സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ മുൻ PA ടെനി ജോപ്പന് ആശ്വാസം. ടെനി ജോപ്പനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർന്നെന്ന് പരാതിക്കാരനായ മല്ലേലിൽ ശ്രീധരൻ നായർ അറിയിച്ചു. ഇപ്പോൾ ടെനി ജോപ്പൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. തത്സമയം നന്ദിയുണ്ട്. സാറിൻ്റെ 12ാം വാർഷികമാണ്. അതിനു മുമ്പ് എനിക്ക് ഇത് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇത് ഞാൻ ഉമ്മൻചാണ്ടി സാർ സമർപ്പിക്കുന്നു. ആശ്വാസം എന്നാണ് കോടതി നടപടിയിൽ ആശ്വാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടെനി ജോപ്പനെതിരായ എല്ലാവിധ ആരോപണങ്ങളും ഒത്തുതീർപ്പായി, കോടതിക്ക് പുറത്ത് തന്നെ ഒത്തുതീർപ്പായി എന്നുള്ളതുകൊണ്ടാണ് ടെനി ജോപ്പനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊള്ളാൻ ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടായത്. അത് വലിയ ആശ്വാസമായി കാണുകയാണ് ടെനി ജോപ്പൻ. മാധ്യമങ്ങളോട് ആ രീതിയിൽ തന്നെയാണ് പ്രതികരണം നടത്തിയത്. അടുത്ത ദിവസം ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികമാണ്. അപ്പോൾ അതിനു മുൻപായി തന്നെ ഈ കേസിൽ നിന്ന് ഒഴിവായി കിട്ടിയതിൽ വലിയ ആശ്വാസവും സന്തോഷവും അറിയിക്കുന്നുണ്ട് ടെനി. ഒപ്പം ഈ ഒരു സന്തോഷം, അതായത് കേസിൽ നിന്ന് വിടുതൽ കിട്ടിയത്, അത് ഉമ്മൻചാണ്ടി സാറിന് സമർപ്പിക്കുന്നു എന്നാണ് ടെനി ജോപ്പന്റെ പ്രതികരണം. മുഹമ്മദ് സാലി നൽകും വിശദാംശങ്ങൾ. സാലി പറയൂ. വിനിഷ, ഉച്ചയോടെയാണ് ടെനി ജോപ്പന് ആശ്വാസമായ വിധി ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചത്. ഈ കേസിൽ പരാതിക്കാരനായ മല്ലേലിൽ ശ്രീധരൻ നായർ തനിക്ക് ഇദ്ദേഹവുമായുള്ള പ്രശ്നം കോടതിക്ക് പുറത്ത് ഒത്തുതീർന്നു എന്ന് കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് കോടതി ഈ കുറ്റത്തിൽ നിന്ന് വിടുതൽ നൽകാനുള്ള ഒരു സാധ്യത തെളിഞ്ഞത്. ഈ പത്തനംതിട്ട JMFC കോടതിയിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഇങ്ങനെ ഒരു ആശ്വാസ വിധി ജോപ്പന് ലഭിക്കുന്നത്. ഈ കോടതിക്ക് പുറത്ത് ഇക്കാര്യം ഒത്തുതീർന്നു എന്നതാണ് ഈ മല്ലേലിൽ ശ്രീധരൻ നായർ കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴി. ഇതനുസരിച്ചാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഈ കേസിൽ നിന്ന് മാറാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. വിനീഷ, മുഹമ്മദ് സാലിഹ് നൽകുകയായിരുന്നു വിവരങ്ങൾ.